നമസ്കാരം. പിണറായി സർക്കാരും അതിലെ മന്ത്രിമാർ ഉൾപ്പെടെ ഉള്ള എല്ലാ ജനപ്രതിനിധികളും സാധാരണക്കാരുടെ സർക്കാരാണ്, സാധാരണക്കാർക്കൊപ്പമാണെന്ന് പലകുറി പറയാറുണ്ട്. അതിന് ഒരു തെളിവൂടെ കണ്ടോളൂ. മന്ത്രി രാജേഷിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുകയാണ്. അതും ഹരിത കർമ്മസേനയിലെ 2 സാധാരണക്കാരായിട്ടുള്ള വനിതകളെ കുറിച്ച്. മുൻപ് ഇതൊന്നും നിങ്ങൾ കാണാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. എന്നിരുന്നാലും നിങ്ങൾ കേൾക്കണം. സാധാരണപ്പെട്ട ജോലി ചെയ്യുന്നവർക്കൊക്കെ ഈ സർക്കാരിലെ മന്ത്രിമാർ എത്രമാത്രം പരിഗണന കൊടുക്കുന്നുണ്ട്, അവരുടെ പ്രവൃത്തിയെ എത്രമാത്രം ചേർത്ത് നിർത്തുന്നുണ്ട് എന്നതിന്റെ ഒരു ഉദാഹരണമായിട്ട് വേണമെങ്കിൽ നമുക്ക് ആ ഒരു ഫേസ്ബുക്ക് കുറിപ്പിനെ കാണാം. ആ ഫേസ്ബുക്ക് കുറിപ്പിനൊപ്പം 2 പേരുടെ ഒരു ദൃശ്യം കൂടി പങ്കുവച്ചിട്ടുണ്ട്. മന്ത്രി രാജേഷ് സോഷ്യൽ മീഡിയയിൽ കുറിച്ച ആ കുറിപ്പ് നിങ്ങളൊന്ന് കേൾക്കണം. മാനുഷിക മൂല്യങ്ങൾക്ക് എത്രമാത്രം വില മതിക്കുന്നുണ്ട്, ഏത് ജോലി ചെയ്യുന്നവരെയും ആ ജോലിയിലെ അവരുടെ ആത്മാർത്ഥത തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവരെ എത്രമാത്രം മുക്തകണ്ഠം പ്രശംസിക്കാനൊക്കെ അതിന് സമയം കണ്ടെത്തുന്നുണ്ട്, അതിന് മടി കാണിക്കുന്നില്ല എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ പോസ്റ്റ് എന്ന് പറയേണ്ടി വരികയാണ്. ആ കുറിപ്പ് ഇങ്ങനെയാണ്. 2 വനിതകൾ യാത്ര ചെയ്യുന്നതിനോടൊപ്പം പങ്കുവച്ചിരിക്കുന്ന കുറിപ്പിലെ വാചകങ്ങൾ ഇങ്ങനെയാണ്. ഇവരെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരാൾ രേഷ്മിജ, മറ്റേയാൾ യോഗിത. ആലപ്പുഴയിലെ കൈനകരിക്കാർ വേമ്പനാട്ട് കായലിലൂടെ എല്ലാ ദിവസവും കിലോമീറ്ററുകൾ പോയി ജോലി ചെയ്യുന്നവർ. നമ്മുടെ നാടിന്റെ ശുചിത്വ സൈന്യമായ ഹരിതകർമ്മ സേനാ അംഗങ്ങളാണിവർ. ഈ മഴക്കാലത്തും പ്രതികൂല കാലാവസ്ഥയിലും വേമ്പനാട്ട് കായലിലൂടെ 12 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഇരുവരും വീടുകളിൽ നിന്ന് അജൈവ മാലിന്യം ശേഖരിക്കുന്നത്. കുപ്പപ്പുറം വാർഡിലെ സി ബ്ലോക്ക്, മാർത്താണ്ഡം, ചിത്തിര, റാണി, ആർ ബ്ലോക്ക് എന്നീ 5 കായൽ നിലങ്ങളും കുപ്പപ്പുറം, നടുത്തുരുത്ത്, കന്നിട്ടക്കായൽ എന്നീ 3 പാടശേഖരങ്ങളിലും എത്തിയാണ് ഇവർ നാടിന്റെ ശുചിത്വത്തിനായി പ്രവർത്തിക്കുന്നത്. ഈ പ്രദേശത്തെ എല്ലാ വീടുകളിലും എത്തി ഇവർ മാലിന്യം ശേഖരിക്കുന്നു. 100% ഇവിടെ സർവീസ് കവറേജ്. ഇരുവരുടെയും ഊർജ്ജസ്വലമായ പ്രവർത്തനം കണ്ടിട്ട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആന്റണി സമ്മാനമായി നൽകിയ വാഴക്കുലയും ബോട്ടിൽ നിങ്ങൾക്ക് കാണാം. കുന്നും മലയും കായലും പുഴകളും താണ്ടി അജൈവ മാലിന്യം ശേഖരിക്കുന്ന സംസ്ഥാനത്തെ ആയിരക്കണക്കിന് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രതിനിധികളാണ് ഇവർ ഇരുവരും. രേഷ്മിജയും യോഗിതയും ഉൾപ്പെടെ എല്ലാ ഹരിതകർമ്മ സേനാംഗങ്ങളെയും സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. ഹരിതകർമ്മ സേന 2024-25 ശേഖരിച്ച മാലിന്യം 1,52,000 ടൺ ആയിരുന്നു എന്ന് ഓർക്കുക. ഹരിതകർമ്മ സേന ഇല്ലായിരുന്നുവെങ്കിൽ ഈ ടൺ കണക്കിന് മാലിന്യം മുഴുവൻ തെരുവിലും പൊതുവിടങ്ങളിലും തള്ളുമായിരുന്നു. ജീവിതം ദുസ്സഹമാകുമായിരുന്നു. ഹരിതകർമ്മ സേനയും മാലിന്യമുക്ത നവകേരള ക്യാമ്പയിനും കേരളത്തിൽ സൃഷ്ടിച്ച മാറ്റം എത്ര വലുതാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാനാകും. ഇതാണ് മന്ത്രിയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. എത്ര മനോഹരമായ വാക്കുകളാണ്. 2 സ്ത്രീകൾ ചെയ്യുന്ന, നമ്മുടെ നാട്ടിലെ ചിലരുടെ കണ്ണിലാണെങ്കിൽ ഒരു പ്രിവിലേജ് ഇല്ലാത്ത ആൾക്കാരാണ്. വീടുകളിലൊക്കെ ഈ ചവർ വാരാൻ വരുന്നു അല്ലെങ്കിൽ വാങ്ങാൻ വരുന്നു എന്നൊക്കെ കാണുന്നവർ മനസ്സിലാക്കുക, ആ കാഴ്ചയ്ക്കപ്പുറം എങ്ങനെയാണ് ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധികൾ അവരെ ചേർത്ത് പിടിക്കുന്നത്, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് എത്രമാത്രം വില കൽപ്പിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവ് കൂടിയാണ്. ആ മനുഷ്യരില്ലായിരുന്നെങ്കിൽ ഈ നാട് മാലിന്യ കൂമ്പാരമായി മാറിയനെ. അവർ എടുക്കുന്ന ശ്രമഫലത്തിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഈ നാട് ഒരു പരിധിവരെ മാലിന്യങ്ങളിൽ നിന്ന് മുക്തമായി വരുന്നത്. അവർ കുന്നും മലയും ഇറങ്ങി, അവർ കായലും കടലും കടന്നൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ഈ രീതിയിലുള്ള ഒരു ശ്രമകരമായ ദൗത്യം ചെയ്യുമ്പോൾ ചേർത്ത് നിർത്തേണ്ടവരാണ്, വില കുറഞ്ഞവരല്ല. അവരാണ് നമ്മുടെ ചുറ്റുപാടിനെയെല്ലാം ഇന്നിപ്പോ ഈ രീതിയിലേക്ക് മാറ്റം കൊണ്ടുവന്നവർ. അവർ നമ്മുടെ ശുചിത്വ സൈന്യം എന്നുള്ള മന്ത്രിയുടെ വാക്ക് കടം കൊണ്ട് തന്നെ പറയുകയാണ്. നമ്മുടെ നാടിന്റെ ശുചിത്വത്തിന്റെ മാലാഖമാർ തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല തന്നെ. ചേർത്ത് പിടിക്കേണ്ടവരാണ് അവരെയും. അത് മന്ത്രി കൃത്യമായി ചെയ്തിരിക്കുന്നു എന്ന് ആ പോസ്റ്റിലൂടെ വ്യക്തമാകുന്നുണ്ട്.